നമസ്കാരം. പഠനക്കളരിയുടെ പടക്കോപ്പുകളും പടയൊരുക്കങ്ങളുമായി നമ്മുടെ കുട്ടികൾ പരീക്ഷ എന്ന യുദ്ധക്കളത്തിലേക്ക് ഒരുങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ ചോദ്യപേപ്പറിലെ ചോദ്യത്തെക്കാൾ കൂടുതൽ അതിനപ്പുറത്തായിട്ട് വേറെ പല ചോദ്യങ്ങളാണ് അവർക്ക് മുന്നിലുള്ളത്. അതിന് മുഴുവനായിട്ട് ഉത്തരം പറയുക എളുപ്പമല്ല എന്നറിയാം. എന്നാലും പ്രചോദനത്തിൻ്റെ ഒരു ചെറിയ കണികയെങ്കിലും അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യമല്ലേ? ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രഗത്ഭ അഭിഭാഷകനും JCI കാലിക്കറ്റിൻ്റെ പ്രസിഡൻറ്റും ജോബ് സെക്യൂർ കരിയർ ലോഞ്ചറിൻ്റെ സാരഥിയുമായ അഡ്വക്കേറ്റ് A. ദിനേശാണ്. അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ജൂനിയർ ചേംബർ ഇൻ്റർനാഷണൽ എന്ന സംഘടന ഒരു അന്താരാഷ്ട്ര സംഘടനയാണ്. യങ് ആക്റ്റീവ് സിറ്റിസൺസ് വേൾഡ് വൈഡ് ഉള്ള ഒരു സംഘടനയാണിത്. യങ് ആക്റ്റീവ് സിറ്റിസൺസ് സമൂഹത്തിൽ പോസിറ്റീവ് ചേഞ്ചസ് കൊണ്ടുവരിക എന്ന ഒരു ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ജൂനിയർ ചേംബർ ഇൻ്റർനാഷണൽ. ജൂനിയർ ചേംബർ ഇൻ്റർനാഷണൽ കാലിക്കറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരുപാട് സ്കൂളുകളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങളുടെ ഒരുപാട് ട്രെയിനർമാർ വിദ്യാർത്ഥികളുമായി സംവേദിക്കുകയുണ്ടായത്. പരീക്ഷയെ എങ്ങനെ നേരിടുക എന്നുള്ളതിനെക്കുറിച്ച് JCI ഇന്ത്യയിലാകെ തന്നെ പല രീതിയിലുള്ള പദ്ധതികൾ പ്രൊജക്റ്റുകളും നടപ്പാക്കി വരുന്നുണ്ട്. കേരളത്തിൽ തന്നെ ഇതിന് നമുക്കൊരു ഹെൽപ്പ് ലൈൻ വേറെ ചില ചാപ്റ്ററുകൾ സ്ഥാപിക്കുകയുണ്ടായി. ജൂനിയർ ചേംബർ ഇൻ്റർനാഷണൽ കാലിക്കറ്റിൻ്റെ ഒരു സോഷ്യൽ ഇനീഷ്യേറ്റീവായിരുന്നു. സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഞങ്ങൾ ഒരുപാട് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാൻ ഞങ്ങളുടെ ഒരുപാട് ട്രെയിനർമാർ ശ്രമിച്ചിട്ടുണ്ട്. പരീക്ഷയെ നേരിടുക എന്നുള്ളതിനെ അതിനെ ലളിതമായി കണ്ട് അതിനെ സുഗമമായ രീതിയിൽ ഇതൊരു ത്രെട്ടല്ലാതെ സമീപിക്കാൻ JCI കാലിക്കറ്റ് വളർത്തിയെടുത്തിട്ടുള്ള ചില ആശയങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയതിൽ ഞാൻ ആദ്യം സന്തോഷിക്കുന്നു. JCIയുടെ ഈ നല്ല ഉദ്യമത്തിലൂടെ ഈ വരുന്ന പരീക്ഷയിൽ നമ്മളുടെ ഈ ജില്ലയിലുള്ള അല്ലെങ്കിൽ സംസ്ഥാനത്തുള്ള യങ് ആക്റ്റീവ് സിറ്റിസൺസിന് നല്ല രീതിയിൽ പരീക്ഷയെ സമീപിക്കാൻ കഴിയട്ടെ എന്നതാണ് ഈ ഒരു ഉദ്യമത്തിൻ്റെ പ്രധാന ഉദ്ദേശം. ഇപ്പോഴൊക്കെ പരീക്ഷ എടുക്കുമ്പോൾ കുട്ടികളുടെ ഒരു സ്ഥിരം പല്ലവിയുണ്ട്, അയ്യോ ടെൻഷൻ ആവണു, എനിക്ക് വല്ലാത്ത സ്ട്രെസ് അനുഭവപ്പെടുന്നു എന്നൊക്കെ. പക്ഷെ ഇത് കാര്യം അറിഞ്ഞിട്ടാണോ അവർ ഉപയോഗിക്കണോ അല്ലേ എന്നുള്ളത് അറിയില്ല. അപ്പോൾ ആക്ച്വലി വാട്ട് ഈസ് എക്സാം സ്ട്രെസ് അല്ലെങ്കിൽ എക്സാം ഫിയർ, അത് എന്താണ്, അതിനെങ്ങനെയൊക്കെ അതിജീവിക്കാം? ഇതിൽ രണ്ട് ആസ്പെക്റ്റാണ് വരുന്നത്. ഒന്ന് എക്സാം സ്ട്രെസ്. രണ്ട് വാക്കുകൾ തന്നെ നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ശരിക്കും വളരെ സിമ്പിളായിട്ട് എക്സാം എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ക്വസ്റ്റ്യൻസ്, എക്സസൈസസ്, ഇതിലൂടെ ആ പഠിതാവിൻ്റെ സ്കില്ല് അല്ലെങ്കിൽ അറിവ് ഇത് ഒന്ന് പരീക്ഷിക്കപ്പെടുന്നു അല്ലെങ്കിൽ അളക്കപ്പെടുന്നു. അപ്പോൾ പരീക്ഷ ലളിതമായിട്ട് ഇത്രയേ ഉള്ളൂ. ഇതിലെന്തിനാണ് ഇത്ര ഭയപ്പാടുണ്ടാവുന്നത്? രണ്ടാമത് കടന്നു വന്നപ്പോൾ ചോദിച്ച പോലെ പരീക്ഷയെക്കുറിച്ച് നമുക്കുള്ള ഭയം, ഫിയർ എന്നതിൻ്റെ വളരെ നമുക്ക് ലളിതമായിട്ട് അതിൻ്റെ നിർവചനം മനസ്സിലാക്കണമെങ്കിൽ ഫാൾസ് എക്സ്പെക്റ്റേഷൻസ് അല്ലെങ്കിൽ എവിഡൻസ് എപ്പിയറിങ് റിയൽ. അതാണ് FEAR. F സ്റ്റാൻഡ്സ് ഫോർ ഫാൾസ്, E സ്റ്റാൻഡ്സ് ഫോർ എവിഡൻസ് / എക്സ്പെക്റ്റേഷൻ, A സ്റ്റാൻഡ്സ് ഫോർ എപ്പിയറിങ്, R സ്റ്റാൻഡ്സ് ഫോർ റിയൽ. അതായത് യഥാർത്ഥത്തിലില്ലാത്ത ചില പ്രതീക്ഷകൾ, യഥാർത്ഥത്തിലില്ലാത്ത ചില ലക്ഷണങ്ങൾ, അടയാളങ്ങൾ, തെളിവുകൾ അവിടെ യഥാർത്ഥത്തിൽ വരുന്നു എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. അപ്പോൾ ഇവിടെ പ്രതീക്ഷകൾ സെറ്റ് ചെയ്യുന്നോർത്താണ് ശരിക്കും ഈ ഭയം ഉണ്ടാവുന്നത്. ഫാൾസ് എക്സ്പെക്റ്റേഷൻസ് ആണ്. ശരിക്കും നമ്മൾ പരിശോധിച്ചാൽ ഈ എക്സ്പെക്റ്റേഷൻസ് ആരാ സെറ്റ് ചെയ്യുന്നത്? പലപ്പോഴും അത് കുട്ടിയല്ല. കുട്ടിയുടെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ എന്നെ പരീക്ഷിക്കപ്പെടുന്നു, എൻ്റെ സ്കില്ല് അളക്കപ്പെടുന്നു എന്ന് ലളിതമായി കാണാൻ സമ്മതിക്കാതെ വലിയൊരളവ് വരെ രക്ഷിതാക്കൾ, വലിയൊരളവ് വരെ സ്കൂളിലെ അന്തരീക്ഷം, സാമൂഹിക പ്രഷർ, ഇതൊക്കെ കൂടിയാണ് കുട്ടിക്ക് എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്ന സാധനം വളരെ ആനുപാതികമായിട്ട് കൂടുകയും ഇതിൽ നിന്നാണ് മൂന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട സ്ട്രെസ് എന്ന പദം ഉണ്ടാവുന്നത്. സ്ട്രെസ് എഗെയിൻ എന്താണ് പറയുന്നത്? സ്ട്രെസ് ഈസ് സിംപ്ലി ബോഡീസ് നോർമൽ റെസ്പോൺസ് ടു എ ചാലഞ്ച്, ത്രെറ്റ് ഓർ എൻ എക്സൈറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ശരീരത്തിൻ്റെ, നമ്മളുടെ സത്വത്തിൻ്റെ ഒരു സ്വാഭാവികമായ പ്രതികരണമാണ്. എന്തിനോട്? ചാലഞ്ച് ആവാം, എക്സൈറ്റ്മെൻ്റ് ആവാം, ത്രെട്ട് ആവാം.
ഒന്നില്ലെങ്കിൽ ഒരു പ്രതിസന്ധിയോടാവാം ചാലഞ്ച് എന്ന് പറയുന്നത്. എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആവേശത്തോടെ സന്തോഷത്തോടെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാവാം. ത്രെട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഭീഷണിയാവുന്നു. അപ്പോൾ ഇതിന് നമുക്ക് വളരെ വ്യക്തമാണ്, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ എന്ന് പറയുന്നത് അവനൊരു പോസിറ്റീവ് എക്സൈറ്റ്മെൻ്റ് അല്ല. ഈ 3 എണ്ണത്തിൽ ത്രെട്ട് എന്ന കാറ്റഗറിയിലാണ് പെടുന്നത്. കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അളവുകോലിനേക്കാൾ ഉപരിയായിട്ട് ഒരു ഭീഷണിയായി മാറുകയാണ്. അപ്പോൾ വളരെ നമ്മൾ കൃത്യമായി നോക്കിയാൽ മനസ്സിലാക്കുന്നത് ഇതൊരു പരീക്ഷണോപാധി എന്നതിൽ കവിഞ്ഞ് ഭയം സൃഷ്ടിക്കുന്ന ഒരു അന്തരീക്ഷമായി മാറുന്നു. ഭയം സൃഷ്ടിക്കപ്പെടുന്നത് നേരത്തെ പറഞ്ഞ ഘടകങ്ങളിൽ നിന്നുണ്ടാവുന്ന വേണ്ടാത്ത കുറേ പ്രതീക്ഷകളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ട്രെസ് ഉണ്ടാവുന്നത്. ത്രെട്ട് മാറി കുട്ടിക്ക് പരീക്ഷ ഒരു എക്സൈറ്റ്മെൻ്റ് ആയി എന്ന് മാറുന്നു. അതായത് ഒരു പോസിറ്റീവ് എക്സൈറ്റ്മെൻറ്റ്, ഇതിലൂടെ എനിക്ക് നല്ലതാണ് വരാനുള്ളത് എന്നുള്ളൊരു പോസിറ്റീവ് എക്സൈറ്റ്മെൻറ്റ് എന്ന് ഉണ്ടായി മാറുന്നു. അന്ന് മാത്രമേ ഈ പറഞ്ഞ സ്ട്രെസ് കുറയുള്ളൂ. അതിലൂടെ ഭയം കുറയും. സ്വാഭാവികമായിട്ടും എന്താണോ അളക്കപ്പെടുന്നത് കുട്ടിയുടെ അറിവ് അല്ലെങ്കിൽ സ്കില്ല് അതവിടെ അറിയപ്പെടും. ഇപ്പം നമുക്ക് ഈ എക്സാം ഫിയർ അല്ലെങ്കിൽ പരീക്ഷാ പേടി എന്താണെന്നൊരു ഐഡിയ കിട്ടി. പക്ഷേ ഇതിനെ നമ്മൾ എങ്ങനെ അതിജീവിക്കാം എന്ന് പറഞ്ഞില്ല. അതായത് അതിൻ്റെ റെമഡിയൽ മെഷേഴ്സ്. സ്ട്രെസ്സിൽ തന്നെ 2 ആസ്പെക്റ്റ് ഉണ്ട് ശരിക്കും. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് സ്ട്രെസ് ക്യാൻ മോട്ടിവേറ്റ് യു ആൻഡ് സ്ട്രെസ് ക്യാൻ പാരലൈസ് യു. ഈ സ്ട്രെസ്സിന് തന്നെ നിങ്ങൾ ചെയ്യാൻ പോകുന്ന പെർഫോമൻസിനെ, നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന റിസൾട്ടിനെ കൂടുതൽ ശോഭനമാക്കാൻ, നന്നായി പെർഫോം ചെയ്യാൻ, ബൂസ്റ്റ് ചെയ്യാൻ സ്ട്രെസ്സിന് പറ്റും. പോസിറ്റീവ് സ്ട്രെസ് ഹോർമോൺസ് ഉണ്ട്, അത് നമുക്ക് ആവശ്യവുമാണ്. അതേ തലത്തിൽ ഈ സ്ട്രെസ്സ് കൂടിയാൽ നമ്മൾ പാരലൈസ്ഡും ആയി പോവാം. ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പം സൈക്കോളജിസ്റ്റിന് പറയുന്ന ഏറ്റവും വലിയ സിറ്റുവേഷൻ അർജുനാസ് ഡൈലമ എന്ന് പറയും, അർജുന വിഷാദ യോഗം. ഏറ്റവും നല്ല കരുത്തനായ യോദ്ധാവ് ഏറ്റവും നല്ല ഗുരുവാൽ ട്രെയിൻ ചെയ്യപ്പെടുന്നു, ഏറ്റവും നല്ല റിസൾട്ടിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു, എല്ലാ ദൈവങ്ങളുടെയും അനുഗ്രാശിസ്സുകളുണ്ട്. എന്നിട്ട് പോലും ക്രൂഷ്യൽ സമയത്ത് വന്നപ്പോൾ ഇദ്ദേഹത്തിന് ഈ പറഞ്ഞ സ്ട്രെസ് ഉണ്ടായി. ഫെയിലിയർ ടു പെർഫോം, അവിടെയാണ് ഈ പ്രതിസന്ധി ഉണ്ടാകുന്നത്. എല്ലാ തയ്യാറെടുപ്പും നടന്നിട്ട് ഫെയിലിയർ ടു പെർഫോം. അപ്പോൾ സ്ട്രെസ്സിന് ഇമോഷണൽ തലങ്ങളുമുണ്ട്, ഫിസിക്കൽ തലങ്ങളുമുണ്ട്. ഇമോഷണൽ തലങ്ങളിൽ വലിയൊരിത് എനിക്ക് പറയാനുള്ളത്, കഴിയുന്നതും വീടുകളിൽ വളരെ സ്വാഭാവികമായ നിലവിലുള്ള ഗൃഹാന്തരീക്ഷം തന്നെ നിലനിർത്തുക. ഒരു ഉദാഹരണത്തിന് 10ാം ക്ലാസ്സിലൊരു കുട്ടി ആവുന്നതോടുകൂടി ആ കൊല്ലം തുടക്കം തന്നെ നമ്മൾ തുടങ്ങും. ഈ കൊല്ലം ഇനി നമ്മൾ ഒരു ടൂറ് പ്ലാൻ ചെയ്യണ്ട, നമ്മൾ യാത്രകൾ കുറയ്ക്കും, നമ്മൾ വീട്ടിലെ TV ചിലവർ കേബിൾ ഡിസ്കണക്ട് ചെയ്യും. ഇതൊക്കെ കുട്ടിയുടെ നന്മ വിചാരിച്ച് ചെയ്യുന്നതെങ്കിലും കുട്ടിക്ക് ഇത് ഉണ്ടാക്കുന്നത് സ്ട്രെസ്സ് കൂടുതലാണ്. ഞാനിങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയിലേക്കാണല്ലോ പോകുന്നത്. ഇത് ഇമോഷണൽ സ്ട്രെസ്, മാനസികമായി ഉണ്ടാക്കുന്ന ഈ പിരിമുറുക്കം വീട്ടിൽ സ്വാഭാവികമായിട്ട് തന്നെ നമ്മൾ ഹാൻഡിൽ ചെയ്യുക. കുട്ടിക്ക് പോസിറ്റീവ് സ്ട്രെസ് ഉണ്ടാക്കാനുള്ള അന്തരീക്ഷം വളർത്തിയെടുക്കുക. കുറേയൊക്കെ ഈ ഒരു ഇപ്പോൾ ചുരുങ്ങിയപ്പോൾ 14ാം തീയതി എക്സാം മുന്നിൽ കാണുന്ന സമയത്ത് ഇപ്പോൾ ഇമോഷണൽ സ്ട്രെസ് നമുക്ക് തിരുത്താൻ പ്രയാസമുണ്ട്. ഫിസിക്കൽ സ്ട്രെസ് വലിയൊരളവ് വരെ കുറയ്ക്കാം. ഇതിൽ വളരെ പ്രചാരത്തിലുള്ളതും ലളിതവുമായ റിലാക്സേഷൻ ടെക്നിക്സുകൾ ഏതെങ്കിലും ഒന്ന് അഡോപ്റ്റ് ചെയ്യാം. റിലാക്സേഷൻ ടെക്നിക്സിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ശരീരത്തിന് വളരെ കൃത്യമായി പറഞ്ഞാൽ മസ്തിഷ്കത്തിന് പരമാവധി ഓക്സിജൻ കൊടുക്കുക. അപ്പോൾ ഡീപ്പ് ബ്രീത്ത് എക്സസൈസ് എത്രത്തോളം നിങ്ങൾ ചെയ്യുന്നോ ഫിസിക്കൽ സ്ട്രെസ് നല്ലൊരു പരിധിവരെ കുറയ്ക്കാം. പലപ്പോഴും കാണുന്ന ഒരു തെറ്റായ പ്രവണതയാണ് പരീക്ഷയുടെ അടുക്കുന്തോറും കുട്ടികളെ യാതൊരുവിധ കായിക വ്യായാമത്തിന് അനുവദിക്കാത്തൊരവസ്ഥ ഉണ്ട്. അത് 100% ശരിയല്ല. ഫിസിക്കൽ സ്ട്രെസ് കുറയ്ക്കാൻ ഏറ്റവും നല്ലത് ഏതെങ്കിലും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഡീപ്പ് റിലാക്സേഷൻ ടെക്നിക്സ് വേറെ ഒന്നുമില്ല. കണ്ണടയ്ക്കുക, വളരെ ശക്തമായി ലങ്സ് നിറയുന്ന തരത്തിൽ നമ്മൾ ശ്വസിക്കുക, വളരെ പതുക്കെ അത് എക്സെയിൽ ചെയ്യുക. ഇത്രയും ചെയ്താൽ സ്വാഭാവികമായിട്ട് ഏത് ബോഡിയും റിലാക്സ്ഡ് ആവും. 2 നല്ല ഉറക്കം ഉറപ്പുവരുത്തണം. പ്രത്യേകിച്ച് ഇനി വരുന്ന കുറഞ്ഞ ദിവസങ്ങളിൽ ഇത് ശരീരത്തിന് വളരെ ആവശ്യമാണ്. 3 ഇമോഷണൽ സ്ട്രെസ് കുറയ്ക്കാൻ സാധിക്കുന്നത് കഴിയുന്നതും നിങ്ങൾ ഇടപെടുന്ന ഗ്രൂപ്പ് ഇൻക്ലൂഡിങ് ഫ്രണ്ട്സ്, പോസിറ്റീവ് ഗ്രൂപ്പ്സിൻ്റെ കൂടെ നിൽക്കുക. അതായത് നീ അത് പഠിച്ചില്ലല്ലോ, ഇത് നിനക്കറിയില്ലല്ലോ, നിനക്ക് മാത്സ് അല്ലേ പ്രശ്നം എന്നുള്ള തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന അല്ലെങ്കിൽ അത് പ്രയാസം സൃഷ്ടിക്കുന്ന ഗ്രൂപ്പുകളെ ഒഴിവാക്കുക. ഇതിൻ്റെയൊക്കെ അക്യുമുലേറ്റഡ് സംഗതി എക്സാം ഹാളിൽ നമുക്ക് എക്സാം ഫോബിയ എന്നുള്ള രീതിയിൽ വരാം. അത് നമുക്ക് എക്സാം ഹാളിൽ എങ്ങനെയാണ് നമ്മൾ അതിനെ അതിജീവിക്കേണ്ടത് എന്ന് നോക്കുന്നിടത്ത് അപ്പോൾ പരിശോധിക്കാം.
ഇപ്പോൾ ചെയ്യേണ്ടത് ഫിസിക്കൽ സ്ട്രെസ് കുറയ്ക്കാൻ ഡീപ് ബ്രീത്ത്സ് എടുക്കുന്ന എന്തെങ്കിലും മിനിമം എക്സസൈസസ് ചെയ്യുക, നല്ല ഉറക്കം ഉറപ്പുവരുത്തുക, വളരെ ശരീരത്തിന് എളുപ്പത്തിൽ ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ഭക്ഷണക്രമത്തിലേക്ക് പോവുക, വീട്ടിലെ അന്തരീക്ഷം വളരെ സ്വാഭാവികമായി നിലനിർത്തി പോസിറ്റീവ് ഹോർമോൺസ് കൂടുതൽ ഉണ്ടാകാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുക. ഇപ്പം ഈ പരീക്ഷാ പേടി എങ്ങനെ മാറ്റി വെക്കുക എന്നുള്ളത് പറഞ്ഞു. ഇനി പേടി മാറ്റി വെച്ചാൽ തന്നെ പല കുട്ടികളും കൺഫ്യൂസ്ഡ് ആണ്. പ്രിപ്പയർ ചെയ്യുമ്പോൾ പലരും പല ഉപദേശങ്ങളാണ് കൊടുക്കണം. ഇന്ന രീതിയിൽ പഠിച്ചാലാണ് നിനക്ക് നന്നാവുക, ഈ നേരത്ത് പല പല കൺഫ്യൂഷൻ, റിവിഷൻ്റെ പ്രിപ്പറേഷൻ ടൈമിൽ അവർ നേരിടുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? യഥാർത്ഥത്തിൽ നമ്മൾക്ക് എത്രത്തോളം അൺസർട്ടനിറ്റി ഉണ്ടോ, അവ്യക്തതയുണ്ടോ, അജ്ഞതയുണ്ടോ, അപ്പോഴാണ് ഭയത്തിൻ്റെ അളവ് കൂടുക. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ നന്നായി പ്രിപ്പയർ ചെയ്തിരുന്നെങ്കിൽ സ്ട്രെസ് കുറയും. ഏതായാലും ഈ പരീക്ഷ അടുത്തൊരു കാലഘട്ടത്തിൽ നമുക്ക് വീണ്ടും മുഴുവൻ പഠിച്ചുണ്ടാക്കാനുള്ള സാഹചര്യം കുറവായതുകൊണ്ട് റിവിഷൻ എന്നൊരു കോൺസെപ്റ്റാണ് ഇനി സാധ്യമുള്ളൂ. 5-8 ദിവസം മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് റിവിഷനെ ഫോക്കസ് ചെയ്യാൻ പറ്റും. ലേണിങ്ങിൽ പലപ്പോഴും നമുക്ക് 4 Rകൾ ഫോളോ ചെയ്യണമെന്നാണ് പറയുന്നത്. 4 Rs are there in learning. So first one is reading, then it is recall, you recall it. Third one is reflect, and fourth one is review. ഇതിൽ റീഡ് എന്ന് പറയുന്നത് വായിക്കുന്നു, റീകോൾ എന്ന് പറയുന്നത് ഇപ്പോൾ പരീക്ഷ എന്ന് പറയുന്നത് വായിച്ചൊരു സംഗതി റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ജസ്റ്റ് ഓർമ്മയിൽ നിന്ന് എടുത്ത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതായിരുന്നു പഴയ രീതി. ഇപ്പോഴത്തെ സ്പെഷ്യലി 10ാം ക്ലാസ്സിലെ ഇത് നോക്കിയാൽ റീകോളിനേക്കാൾ കൂടുതൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ കിട്ടിയ അറിവിനെ ഒരു സാഹചര്യത്തിനോ ഒരു ആ അറിവ് അപ്ലൈ ചെയ്യേണ്ട ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് അത് പ്രതിഫലിപ്പിക്കാൻ പറ്റുമോ. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രതിഫലനമാണ്. അത് കഴിഞ്ഞിട്ടാണ് റിവ്യൂ. കാലങ്ങളായി നമുക്ക് വന്നിട്ടുള്ള അറിവുകളെ സംക്ഷിപ്തമായി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പുനഃപരിശോധിച്ചുകൊണ്ടിരിക്കണം. യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ പഠന രീതിയിൽ റീഡ് എന്നതാണ് പഠിക്കുമ്പോൾ കുട്ടി ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ 2 Rആ ഫോളോ ചെയ്യുന്നത്, റീഡ് റിപ്പീറ്റ്. എന്നിട്ട് ഈ റീഡ് ആൻഡ് റിപ്പീറ്റ് വെച്ചിട്ട് റീകോളിലേക്ക് പോകും. റീകോൾ അവിടെ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു ഘടന എങ്ങനെയാണ്, റീഡ് ആൻഡ് റിപ്പീറ്റിൽ നിന്ന് മാത്രം റീകോൾ എളുപ്പമല്ല. ജീവിതത്തിൽ റിഫ്ലക്റ്റ് ചെയ്തപ്പെട്ട ഏതെങ്കിലും അറിവുകളുണ്ടോ അത് പെട്ടെന്ന് റീകോൾ ചെയ്യും. അപ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് റീഡ് റിപ്പീറ്റ് ഒഴിവാക്കിയിട്ട് റീഡ്, റീകോൾ, റിഫ്ലക്റ്റ്, റിവ്യൂ ഈ 4ഉം ചെയ്തുകൊണ്ടിരിക്കണം. ഈ റിവിഷൻ്റെ ഇടയിൽ നമുക്കിനി റീഡിന് സമയം കുറവാണ്. റീകോൾ ചെയ്യുകയാണെങ്കിൽ യഥാർത്ഥ മുൻകാല ടെസ്റ്റ് പേപ്പറുകൾ സമയബന്ധിതമായിട്ട് തന്നെ ചെയ്യണം. 2 മണിക്കൂർ പരീക്ഷയുടെ ടെസ്റ്റ് പേപ്പർ ആണെങ്കിൽ അത് ആ 2 മണിക്കൂർ സമയം വെച്ച് ചെയ്യണം. കാരണം റീകോൾ ലിഷർലി ചെയ്യുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് പറ്റും. പക്ഷെ സ്ട്രെസ്സിൽ നിങ്ങളുടെ റീകോൾ എത്രയുണ്ട്. ഇപ്പോൾ റീഡ്, റീകോൾ, റിഫ്ലക്റ്റ്, പ്രത്യേകിച്ച് സയൻസ് പോലുള്ള സബ്ജക്റ്റുകളിൽ റിഫ്ലക്ഷൻസിനാണ് പ്രാധാന്യം. ഹിസ്റ്ററിയിൽ റിഫ്ലക്ഷൻ കുറവാണ്. അന്ന് നടന്നൊരു ചരിത്രവും ഇന്നത്തെ ചരിത്രവും റിഫ്ലക്റ്റ് ചെയ്ത് നോക്കാം. പക്ഷേ സയൻസ് എന്ന സബ്ജക്റ്റിൽ ഒരു തത്വം അല്ലെങ്കിൽ ഒരു തിയറി അത് നമ്മളുടെ അറിവിനെ എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. റിവിഷനെ കുറിച്ച് വ്യക്തമാക്കേണ്ടതെന്ന് വെച്ചാൽ റിവിഷൻ ഈസ് നോട്ട് റീലേണിങ്. വീണ്ടും പഠിക്കുക എന്നുള്ള ഒരു സംഗതി ഇല്ല റിവിഷനിൽ. അപ്പോൾ റിവിഷൻ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഫോളോ ചെയ്യാവുന്ന ഒരു മെത്തഡോളജി ഉണ്ട്, അല്ലെങ്കിൽ ഒരു രീതിയുണ്ട്. അപ്പോൾ അതിന് നമുക്ക് PQRST ഓർമ്മിക്കാൻ എളുപ്പമാണ്. PQRST ഓഫ് റിവിഷൻ. പി എന്ന് പറഞ്ഞാൽ പ്രിവ്യൂ. പ്രിവ്യൂ എന്ന് പറഞ്ഞാൽ ഇതുവരെ ഞാൻ എന്തൊക്കെ പഠിച്ചു അതിൻ്റെ ആകെ മൊത്തം ഒരു ഓവർവ്യൂ അവർ നടത്തണം. ക്യൂ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ യുവർ സെൽഫ്. ഞാൻ അതാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അറിഞ്ഞ അറിവുകളെ ഒരു ചോദ്യത്തെ നമ്മൾ തന്നെ ഇട്ടിട്ട് ആ ചോദ്യ രൂപേണ ആ അറിവിനെ മനനം ചെയ്ത് നോക്കുക. R എന്ന് പറയുന്നത് റീഡ് ആക്റ്റീവ്ലി. നമ്മൾ ആദ്യഘട്ടത്തിൽ പഠിക്കുമ്പോൾ വായിച്ച പോലെ ഇപ്പോൾ വായിച്ച പോരാ, നിങ്ങളതിൽ ഇൻവോൾവ് ചെയ്തിട്ട് ആക്റ്റീവ്ലി റീഡ് ചെയ്യണം. അവിടെയാണ് നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ചെറിയ സിനോപ്സിക്സുകൾ, ചെറിയ നോട്ടുകൾ ഉണ്ടാക്കി വെച്ചാലുള്ള ഗുണം. നമ്മളെ അവിടെ അർപ്പിച്ചുകൊണ്ട് വായിക്കണം ഈ റിവിഷൻ ഘട്ടത്തിൽ വായിക്കുമ്പോൾ. അപ്പോൾ S എന്ന് പറയുന്നത് സമ്മറൈസ്. ഒരു ചാപ്റ്റർ പഠിച്ചാൽ, ഒരു കോൺസെപ്റ്റ് പഠിച്ചാൽ, ഒരു തിയറി പഠിച്ചാൽ ആ ഒരു ഏരിയ നമ്മൾ സമ്മറൈസ് ചെയ്യണം. T എന്ന് പറയുന്നത് ടെസ്റ്റ് യുവർ സെൽഫ്. ഇപ്പോൾ PQRSTയിലെ ഘടകങ്ങൾ ടെസ്റ്റ് യുവർ സെൽഫ് വളരെ പ്രധാനമാണ്.
പരീക്ഷക്കാരനല്ല എന്നെ ടെസ്റ്റ് ചെയ്യുന്നത്, ഞാൻ തന്നെ ഇട്ട ഒരു ടെസ്റ്റ് ഞാൻ ആൻസർ ചെയ്ത് നോക്കുമ്പോൾ നമ്മളെ കോൺഫിഡൻസ് ലെവൽ കൂടും. ഓക്കെ, അപ്പോൾ PQRST റിവിഷനിൽ ഫോളോ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. എനിക്ക് എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ റിവിഷനിൽ ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ലൈറ്റ് സബ്ജക്ട്സ്. നിങ്ങളുടെ ഫേവറേറ്റ് സബ്ജക്റ്റിൽ നിന്ന് റിവിഷൻ തുടങ്ങുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ കുറേ കവർ ചെയ്തു എന്നുള്ളൊരു ആത്മവിശ്വാസം വരും. 2, ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റുകൾ മിക്സ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, എനിക്ക് മാത്സ് കുറച്ച് പ്രയാസമുള്ള സംഗതിയാണ്, സയൻസ് ഇഷ്ടമാണ് എങ്കിൽ, അല്ലെങ്കിൽ ഹിസ്റ്ററി ഇഷ്ടമാണെങ്കിൽ ഹിസ്റ്ററി പഠിക്കുന്ന ആ പറഞ്ഞ ദിവസങ്ങളിലേക്ക് തന്നെ മാത്സിനൊരു ചുരുങ്ങിയ സമയം പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഡൾ സബ്ജക്റ്റും ഫേവറേറ്റ് സബ്ജക്ട്സും മിക്സ് ചെയ്യുക. 3 റിവിഷൻ സമയത്തിൽ വലിയൊരു നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ റിജോയ്സ് യുവർ അച്ചീവ്മെൻറ്റ്സ്. ഇപ്പം നമ്മൾ 3 ലെസൺ പഠിക്കാൻ ഉദ്ദേശിച്ചു, റിവൈസ് ചെയ്യാൻ ഉദ്ദേശിച്ചു, അത് നമ്മൾ ആ ടാർഗറ്റിൽ കിട്ടിയാൽ അതിന് വളരെയധികം റിജോയ്സ് ചെയ്യാം. ഓക്കെ, റിജോയ്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഞാൻ ഇത്രയൊക്കെ കവർ ചെയ്തു എന്നുള്ളത് വരും. വേറെ ഒന്ന് ശ്രദ്ധിക്കാവുന്നത്, സെൽഫ് കോൺഫിഡൻസ് ഇപ്പോൾ പറഞ്ഞ സമയത്തിൽ അത് തീർക്കാൻ പറ്റിയില്ലെങ്കിലും നേരത്തെ ഒരു ടൈം ടേബിൾ ഫിക്സ് ചെയ്തിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ആ സബ്ജക്റ്റ് തീർന്നില്ലെങ്കിലും അത് തൽക്കാലം അവിടെ നിർത്തി അടുത്ത സബ്ജക്റ്റിലേക്ക് പോകുന്നതാണ് നല്ലത്. ഇതിൽ ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയിൽ നമ്മൾ വലിയൊരു പ്രയാസം നേരിടുന്നത് റിഫ്ലക്ഷൻ വളരെ കുറവാണ്. അപ്പോൾ റീഡ്, റീകോൾ, റിഫ്ലക്റ്റ് ആൻഡ് റിവ്യൂ ഫോളോ ചെയ്യുക. റിവിഷൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞ PQRST ഫോളോ ചെയ്യുക. പ്രിവ്യൂ, ക്വസ്റ്റ്യൻ ആൻഡ് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ആ അറിവിനെ മനനം ചെയ്യുക. R എന്ന് പറയുമ്പോൾ റീഡ് ആക്റ്റീവ്ലി, സമ്മറൈസ് വാട്ട് യു ഹാവ് ലേൺ, ടെസ്റ്റ് യുവർ സെൽഫ് ഫ്രീക്വൻ്റ്ലി. അങ്ങനെ ചെയ്താൽ റിവിഷൻ നമുക്ക് വളരെ ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റും. ഒരു എക്സാമിന് വെൽ റിവൈസ്ഡ് ആയിട്ട് പ്രിപ്പയർഡ് ആയിട്ട് എക്സാം ഹാളിൽ എത്താൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. എന്നാൽ എക്സാം ഹാളിൽ എത്തിയിട്ട് പോലും പലരും ടോട്ടലി ബ്ലാങ്ക് ഔട്ട് ആവണ ഒരവസ്ഥ വരാറുണ്ട്. ചിലർ അതാണ് നല്ലത് അങ്ങനെ പറയും. അതിന് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. അത് എക്സാം ഹാളിൽ എത്തിക്കഴിഞ്ഞ് നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില കാര്യങ്ങളെ പറ്റി ഒന്ന് പറഞ്ഞു തന്നാൽ. തീർച്ചയായും ഇതെല്ലാ തയ്യാറെടുപ്പ് കഴിഞ്ഞാലും അവസാനത്തെ പ്രസക്തമായ പ്രശ്നം അല്ലെങ്കിൽ ചോദ്യം, ക്രൂഷ്യൽ ഡേ, ഓൺ ദ ഡേ ഹൗ വി വിൽ പെർഫോം. ആ പെർഫോമൻസ് ആണ് ഇനി നമ്മൾ അലട്ടുന്നൊരു പ്രശ്നം. പെർഫോമൻസ് പലപ്പോഴും നമ്മൾ എക്സാം ഹോളിലേക്ക് ചെല്ലുമ്പോൾ ഈ ബ്ലാങ്കായി പോയി എന്ന് പറയുന്നത് അവിടെ നമുക്ക് കൈമോശം വന്നു പോകുന്ന സംഗതിയാണ് പറയുന്നത് മനസ്സാന്നിധ്യം. പ്രസൻസ് ഓഫ് മൈൻഡ് കൈമോശം വരുമ്പോഴാണ് നന്നായി പഠിച്ച കുട്ടികളും നന്നായി തയ്യാറെടുത്ത കുട്ടികൾ പോലും മനസ്സാന്നിധ്യം കൈവിട്ടു പോകുമ്പോൾ ചോദ്യത്തിൻ്റെ നമ്പർ മാറി എഴുതുന്നു, ഉദ്ദേശിച്ച ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഞാൻ ഇതായിരുന്നു ചോദിച്ചതെന്ന് ഉദ്ദേശിച്ച് തെറ്റായ രീതിയിൽ അതിൻ്റെ ഉത്തരം പ്രകടിപ്പിച്ചു പോകുന്നു, നല്ലോണം അറിയുന്ന ചില ക്വസ്റ്റ്യനുകൾ കാണാതെ പോകുന്നു. ഇതൊക്കെ സംഭവിക്കുന്നത് മനസ്സാന്നിധ്യം കൈവിട്ടു പോകുമ്പോഴാണ്. പരീക്ഷ ഹാളിൽ നമ്മൾ തീർച്ചയായും കൈവശം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട സംഗതികളാണ് ജാഗ്രതയുണ്ടെങ്കിലേ ഏകാഗ്രത ഉണ്ടാവുള്ളൂ. എല്ലാവരും കോൺസെൻട്രേഷൻ നല്ലോണം വേണമെന്ന് പറയും. ബട്ട് കോൺസെൻട്രേഷൻ ക്യാൻ ബി മെയിൻറ്റെയിൻ ഓൺലി വെൻ യു ആർ അലേർട്ട്. അപ്പോൾ അലേർട്ട്നെസ് നിലനിർത്തിയാലേ കോൺസെൻട്രേഷൻ നിലനിർത്താൻ പറ്റുള്ളൂ. ജാഗ്രതയുണ്ടെങ്കിൽ ഏകാഗ്രതയുണ്ടാവും. എന്നാൽ ഈ ജാഗ്രതയും ഏകാഗ്രതയും തകിടം മറിക്കുന്ന സംഗതിയാണ് വ്യഗ്രത. പലപ്പോഴും സംഭവിച്ചു പോകുന്നത് 2.5 മണിക്കൂറിൽ 2 മണിക്കൂറിൽ എന്നെ പരീക്ഷിക്കപ്പെടുന്നു എന്നുള്ള വ്യഗ്രതയിൽ നമുക്ക് ഏകാഗ്രത നഷ്ടപ്പെടുന്നു. അതിൻ്റെ കൂടെ തന്നെ മൊത്തത്തിൽ ജാഗ്രത പോകും, അലേർട്ട്നെസ് പോകുമ്പോൾ ഇതൊക്കെ തകിടം മറിയും. ഇപ്പോൾ എക്സാം ഹാളിൽ ആദ്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കൂൾ ടൈം എന്ന് പറയുന്ന ഒരു 15 മിനിറ്റ് സമയം അവൈലബിൾ ആണ്. ഈ സമയത്ത് നമ്മളുടെ ഏകാഗ്രത ഒന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പ്രയോറിറ്റൈസിങ് ഏതൊരു സ്ട്രാറ്റജിയുടെയും മുഖ്യ ഘടകമാണ്. പ്രയോറിറ്റൈസ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അറിയുന്ന ക്വസ്റ്റ്യൻ, ഏറ്റവും എളുപ്പത്തിൽ പ്രകടിപ്പിക്കാവുന്ന ക്വസ്റ്റ്യൻ തീർച്ചയായും തിരഞ്ഞെടുക്കുക. ഏത് പരീക്ഷാ പേപ്പറിലും എല്ലാവരും ഒരേ വാക്കിൽ പറയുന്നതാണ്, ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ പ്രസക്തമാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്യക്തത, അതിൽ നമ്മളുടെ അറിവ് പ്രകടിപ്പിക്കുന്നതിൽ നമ്മൾക്കുണ്ടാകും തീർച്ചയായും വളരെ കെയർഫുള്ളായിരിക്കണം. അതിൽ വ്യക്തത, കൃത്യത. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ തിരഞ്ഞെടുക്കുക, പ്രയോറിറ്റൈസ് ചെയ്യണം. ഈ കൂൾ ടൈമിൽ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ചോദ്യങ്ങൾ ഏത്, ഞാൻ ഏത് രീതിയിൽ അത് ആൻസർ ചെയ്ത് പോരുമെന്നുള്ളത് അവിടെ തീരുമാനിക്കണം. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നമ്മളുടെ മനസാന്നിധ്യം കൈവിടാതിരിക്കുക. അതിന് ഞാൻ പറഞ്ഞല്ലോ,
അഡ്രിനാലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ് ശരിക്കും ഈ മനസാന്നിധ്യത്തെ തകിടം മറിക്കുന്നത്. അഡ്രിനാലിൻ ബോഡിയിൽ വല്ലാതെ കൂടുമ്പോൾ നമുക്ക് സ്ട്രെസ്സ് കൂടുമ്പോൾ ഹാർട്ട് ബീറ്റ് കൂടുമ്പോൾ ബോഡി സ്വെറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ബ്രീത്ത് ലോ ആവും, നമുക്ക് ശ്വാസം ചൂടാവുക എന്നൊക്കെ പറയില്ലേ. ഡീപ്പ് ബ്രീത്ത് എടുക്കുക എന്നുള്ളത് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. ഏകാഗ്രത നിലനിർത്താൻ മസ്തിഷ്കത്തിന് ഒരുപാട് ഓക്സിജൻ ഉണ്ടെങ്കിൽ നമുക്ക് ഏകാഗ്രത കൃത്യമായി ഉണ്ടാവും. കൂൾ ടൈമിൽ പ്രയോറിറ്റൈസ് ചെയ്യുക, ക്വസ്റ്റ്യനുകളെ കൃത്യമായി തരംതിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്ന ഓർഡർ ഓഫ് ആൻസറിങ് നമ്മൾ ആദ്യമേ വ്യക്തമാക്കുക. എഴുതുന്ന ഉത്തരങ്ങളുടെ ഒരു സ്ട്രാറ്റജി ആദ്യം തന്നെ മനസ്സിൽ കാണുക. എപ്പോഴും പറ്റിപ്പോകുന്നത്, എനിക്ക് നല്ലോണം അറിയുന്ന ഒരു എസ്സേ, ആ ചോദ്യം അങ്ങ് കയ്യിൽ കിട്ടുമ്പോൾ അനാവശ്യമായി നമ്മൾ അതിൻ്റെ പെർഫെക്ഷനിസം ഒരു പ്രശ്നമുള്ള കുട്ടികളുണ്ട്, നന്നായി പഠിക്കുന്ന ഒരു കുട്ടികളുടെ ഒരു പ്രശ്നമാണ്. ഇത് എഴുതിയ തന്നെ വീണ്ടും എഴുതി ഒന്നും കൂടെ നന്നായി എഴുതി. അപ്പോൾ 10 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്, അതിനെ പ്രതീക്ഷിക്കുന്ന ഒരു നിലവാരമുണ്ട്, അത് എഴുതിയാൽ അത് നിർത്തുക. അപ്പോൾ ഇന്ന സമയം കൊണ്ട് ഇത്ര ക്വസ്റ്റ്യനുകൾ ഞാൻ ചെയ്ത് തീർക്കും എന്നുള്ളൊരു സ്ട്രാറ്റജി നമ്മൾ ഈ കൂൾ ടൈമിൽ വെക്കുന്നത് നന്നായിരിക്കും. മനസാന്നിധ്യം കൈവിടാതിരിക്കുക. ഏറ്റവും വലിയൊരു വേണ്ടാത്തൊരു പ്രശ്നം ഉണ്ടാകുന്നത്, നമ്മുടെ ആദ്യത്തെ പരീക്ഷ കഴിഞ്ഞാൽ വൈകുന്നേരം പോയി വീണ്ടും അതിനെ പുനരവലോകനം ചെയ്യാതിരിക്കുക. ഞാനത് എഴുതിയത് തെറ്റായി പോയോ, അല്ലെങ്കിൽ മറ്റ് സുഹൃത്തുക്കളെ ഫോൺ വിളിച്ച് ചോദിക്കുകയോ ഇതിൻ്റെ ഉത്തരം ഏതായിരുന്നു, അത് തെറ്റിയോ. തീർച്ചയായും അതിൽ നിന്നുണ്ടാകുന്ന ആങ്സൈറ്റി, സ്ട്രെസ്സ് നമ്മളുടെ തുടർന്നുള്ള പെർഫോമൻസിനെ ബാധിക്കും. കഴിയുമെങ്കിൽ മിനിമം ഒരു 15 മിനിറ്റെങ്കിലും മുന്നേ എക്സാം ഹാളിൽ എത്താൻ ശ്രമിക്കുക. തലേ ദിവസം തന്നെ ഇതിനാവശ്യമായ സാമഗ്രികൾ, പ്രധാനമായും ഹോൾ ടിക്കറ്റ്, ഇതുപോലുള്ള സംഗതികൾ. രാവിലെ നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രയാസം, ഇതിനു വേണ്ടി ഒരു ഓട്ടോ ഓടുമ്പോൾ വീണ്ടും അഡ്രീനലിൻ പമ്പ് നമ്മുടെ ബോഡിയിൽ ലയിക്കുകയാണ്. അപ്പോൾ അത് തലേ ദിവസം തന്നെ തയ്യാറായിരിക്കുക. 15 മിനിറ്റ് മുന്നെങ്കിലും എക്സാം ഹാളിൽ എത്താൻ ശ്രമിക്കുക. കൂൾ ടൈം ഉപയോഗിക്കുക, അവിടെ സ്ട്രാറ്റജൈസ് ചെയ്യുക. ഒരു കാരണവശാലും നിങ്ങൾ പരീക്ഷാ ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ സുഹൃത്തുക്കളുമായി നിങ്ങൾ പഠിച്ച ഏരിയ ഏത് എന്ന് ഡിസ്കസ് ചെയ്യാതിരിക്കുക. ഇത് വലിയ ആങ്സൈറ്റിക്ക് വഴിവെച്ചിട്ടുള്ള ഒരുപാട് അവസരങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ കുട്ടി പഠിച്ച ചോദ്യം ഞാൻ പഠിച്ചിട്ടില്ലല്ലോ എന്നുള്ളൊരു വ്യഗ്രത, അത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കൈയക്ഷരം വലിയൊരു ഘടകമാണ്. കൈയക്ഷരം കൃത്യമായി നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഉത്തരങ്ങൾ അവിടെ വ്യക്തമല്ലെങ്കിൽ അത് എത്ര നമ്മൾ അതിൽ ഡെപ്ത് ഉണ്ടായിട്ടും കാര്യമില്ല. അത് വ്യക്തമാക്കാൻ കൈയക്ഷരത്തിന് വലിയ റോളുണ്ട്, അത് കൃത്യമായി പാലിക്കുക. വളരെ പ്രധാനമാണ് ഇൻസ്ട്രക്ഷൻസ് മുഴുവൻ കൃത്യമായി വായിച്ചിരിക്കണം. ഓരോ തവണയും പരീക്ഷയ്ക്ക് വരുന്ന ഇൻസ്ട്രക്ഷൻസ് മാറിയേക്കാം. ഇപ്പോൾ ഒരുപാട് മോഡൽ പേപ്പർ ചെയ്യുന്നതുകൊണ്ട് കുട്ടികൾ ഇതൊക്കെ പരിചിതരാണ്. എന്നിരുന്നാലും ഇൻസ്ട്രക്ഷൻസ് വായിക്കുക. ഏകാഗ്രത നിലനിർത്താൻ ഇടയ്ക്കിടയ്ക്ക്, അതായത് ചുരുങ്ങിയതൊരു 15 മിനിറ്റ് ഗ്യാപ്പ് കഴിഞ്ഞാൽ ധാരാളം ഡീപ്പ് ബ്രീത്ത്സ് എടുക്കുക. ഞാൻ പറഞ്ഞ പോലെ ഓക്സിജൻ്റെ സപ്ലൈ ആണ് ഏകാഗ്രത നമുക്ക് തരുള്ളൂ. അതിലൂടെ ജാഗ്രത നിലനിർത്താൻ പറ്റുള്ളൂ. വ്യഗ്രതയിൽ ഇത് രണ്ടും കൈമോശം വരാതെ നോക്കുക. കൃത്യമായൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ പരീക്ഷാ ഹാളിലെ സ്ട്രെസ്സല്ല കുട്ടികളെ പ്രയാസപ്പെടുത്തുന്നത്, ഇതിൻ്റെ റിസൾട്ടിനെ കുറിച്ചുള്ള ആദിയാണ്. സ്റ്റേക്ക്, വാട്ട് ഈസ് അറ്റ് സ്റ്റേക്ക് എന്നുള്ളത് വേണ്ടാതെ നമ്മൾ വലിയൊരു അളവിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ലളിതമായൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു അടി വീതിയുള്ളൊരു പലക നമ്മൾ നിലത്തിട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നടക്കാൻ പറഞ്ഞാൽ ആർക്കും സാധിക്കും. ഇപ്പോൾ ബാലൻസ് എന്ന് പറയുന്ന സ്കില്ലാണ് അവിടെ വേണ്ടു. ഈ പലകയിലൂടെ നടക്കുക എന്നുള്ള ബാലൻസ്. ആ പലക ഒരു 10 അടി എകരമുള്ള 2 കല്ലിൻ്റെ മുകളിലോ 2 മേശയ്ക്കിടയിലോ ഇട്ടാൽ അതിൻ്റെ മുകളിൽ കൂടെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സ്ട്രെസ്സ് കൂടും. പക്ഷെ അവിടെയും ആവശ്യമുള്ള സ്കില്ല് ബാലൻസ് മാത്രമാണ്. ഇതേ പലക നമ്മളൊരു 100 അടി എകരമുള്ള 2 പ്രതലങ്ങളിലെ ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ ഒരു തോടിന് കുറുകെ ഇട്ടാൽ ഇതേ 1 അടി വീതി ഉണ്ടെങ്കിൽ പോലും നമ്മളുടെ പെർഫോമൻസ് ഷെയ്ക്ക് ആവാൻ തുടങ്ങും. കാരണം സ്റ്റേക്ക് കൂടുകയാണ് അവിടെ. ഇവിടെ നിന്ന് ഞാൻ വീണാൽ ഉണ്ടാവുന്ന ആഘാതം വലുതാണ് എന്ന് തോന്നുമ്പോൾ നമ്മളുടെ പെർഫോമൻസ് കുറയും. എൻ്റെ ഏറ്റവും വലിയ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും ഇപ്പോൾ നമ്മളെ ആമുഖത്തിൽ തന്നെ പറഞ്ഞ ഇതിനൊരു യുദ്ധക്കളമായി ചിത്രീകരിക്കാതെ കാണാതെ ഇതിൻ്റെ സ്റ്റേക്ക് ഒരു പരീക്ഷയുടെ തോൽവിയോടെ എല്ലാം തീർന്നു എന്നുള്ള അത്തരത്തിൽ ഇതിൻ്റെ റിസൾട്ടിൻ്റെ സ്റ്റേക്ക് ഒരു കാരണവശാലും ഉയർത്തി കാണിച്ചിട്ട് കുട്ടികളിൽ നെഗറ്റീവ് സ്ട്രെസ്സുകൾ ഉണ്ടാക്കാതിരിക്കുക. ഓരോ എക്സാം കഴിഞ്ഞാലും പോസിറ്റീവ് ഹോർമോൺസ് നമ്മുടെ ബോഡിയിലേക്ക് കൃത്യമായി വരാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുക.
തീർച്ചയായിട്ടും നമ്മൾ അപ്പിയർ ചെയ്യുന്ന, നമ്മൾ പ്രകടിപ്പിച്ച ഉത്തരങ്ങളിൽ ക്വാളിറ്റി നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ക്വാളിറ്റി എന്ന് പറയുന്നത് ഞാൻ എല്ലാവരോടും ഷെയർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ക്വാളിറ്റി ഈസ് നെവർ ആൻ ആക്സിഡൻറ്റ്, ഇറ്റ് ഈസ് ഓൾവേസ് ദ റിസൾട്ട് ഓഫ് ഇൻ്റലിജൻറ്റ് ആൻഡ് കോൺഷ്യസ് എഫേർട്സ്. എനിക്ക് എൻ്റെ പ്രിയ കുട്ടികളോട് പറയാനുള്ളത്, ബുദ്ധിപൂർവവും ബോധപൂർവവുമായ ഒരു സ്ട്രാറ്റജിയിലൂടെ പരീക്ഷയെ നേടുക. തീർച്ചയായിട്ടും വിജയം നിങ്ങളുടെ കൂടെയായിരിക്കും. തീർച്ചയായിട്ടും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. ഈ ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ ഒരു എക്സാമിനെ ഫിയറൊക്കെ മാറ്റി വെച്ച് വെൽ റിവൈസ്ഡ് ആയിട്ട് ഒരു എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരുപാട് ടിപ്സ് അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നു. ഇപ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള ധൈര്യം നമുക്ക് കിട്ടിയത് ഈ ജോബ് സെക്യൂരിറ്റിയുടെ സാരഥിയും JCI കാലിക്കറ്റിൻ്റെ പ്രസിഡൻറ്റുമായ അഡ്വക്കേറ്റ് A ദിനേശാണ്. ഇദ്ദേഹത്തോട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് മുഴുവൻ പരീക്ഷ പേടിയൊക്കെ മാറും എന്നുള്ള വിശ്വാസത്തെക്കാൾ ഉപരി ഒരു കാര്യം വളരെ വ്യക്തമാണ്. എല്ലാ യുദ്ധങ്ങളും ജയിക്കുന്നത് മേജർ ജനറലിൻ്റെ ചേംബറിൽ നടക്കുന്ന തലേ ദിവസത്തെ പ്ലാനിങ്ങിലാണ്. സോ ഓൾ ബാറ്റിൽസ് ആർ വൺ നോട്ട് ഓൺ ദ ബാറ്റിൽ ഫീൽഡ് ബട്ട് ഇൻ ദ മേജർ ജനറൽസ് ചേംബർ. ഇപ്പം എൻ്റെ സുഹൃത്തുക്കൾ ചിലപ്പോൾ ഈ ഒരു തയ്യാറെടുപ്പിൻ്റെ സമയത്ത് പ്ലാനിങ് കുറച്ച് വൈകി പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കയ്യിൽ വിചാരിച്ച പോലെ പ്ലാൻ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ഉള്ള ദിവസങ്ങൾ കൊണ്ട് തീർച്ചയായിട്ടും ഒന്നും കൂടെ സ്ട്രക്ചറൈസ് ചെയ്ത് ഒരുപാട് പോസിറ്റീവ് ഹോർമോൺസ് ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനെ വെറും എൻ്റെ ഒരു അറിവിനെ അളക്കുന്ന ഇതെല്ലാത്തിൻ്റെ അവസാനമാണ് പരീക്ഷ എന്നുള്ള തെറ്റിദ്ധാരണ മാറ്റി സമീപിച്ചാൽ, തീർച്ചയായും ആത്മവിശ്വാസം നിലനിർത്തി സമീപിച്ചാൽ ഇതിനെ നമുക്ക് ഒരു എക്സൈറ്റ്മെൻ്റ് ആക്കി മാറ്റാം. ത്രെട്ടിൽ നിന്ന് മാറി പരീക്ഷ ഒരു എക്സൈറ്റ്മെൻ്റ് ആകുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ഫേസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം സംസ്കൃതത്തിൽ ഒരു ശ്ലോകമുണ്ട്, ഉദ്യമോ സാഹസോ ധൈര്യ ബുദ്ധി ശക്തി പരാക്രമ ഷഡേ തത്ര വർത്യന്തേ തത്ര ദൈവ സഹായത്. അതായത് ഉദ്യമം, അറ്റംപ്റ്റ്, ജെന്യൂയിൻ അറ്റംപ്റ്റ്, വാലിഡ് അറ്റംപ്റ്റ്, സാഹസം, അഡ്വഞ്ചർ, ഒരു അഡ്വഞ്ചറസ് ആയിട്ട് കാര്യങ്ങൾ സമീപിക്കുക, ധൈര്യം, കറേജ്, ബുദ്ധി എന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻസ് ആണ് അവിടെ വേണ്ടത്, ശക്തി വേണം. ആ ഫിസിക്കൽ ഇത് പരീക്ഷ സമയത്ത് ചോരുന്നത് ബുദ്ധി, ശക്തി, പരാക്രമ, വാലുവർ. ശരിക്കും അഭിമന്യുവിൻ്റെ ലക്ഷണങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഈ പറഞ്ഞ ഏത് 6 ഗുണങ്ങളിൽ ആരിൽ വസിക്കുന്നുവോ അവരെ ദൈവം സഹായിക്കുമെന്നാണ് പറഞ്ഞത്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഈ 6 ഗുണങ്ങളും നിങ്ങളിൽ വസിക്കുന്നവരാണ്. അതുകൊണ്ട് തീർച്ചയായും ദൈവം നിങ്ങളെ സഹായിക്കും. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഗ്രേറ്റ് റിസൾട്ട്സ് ഇൻ യുവർ കമ്മിങ് എക്സാംസ്. താങ്ക് യു.